ശരീരത്തിലുള്ള തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും തടിയുള്ള സാധനം കരുതിക്കൂട്ടി കടത്തിയാൽ നോമ്പ് ബാത്തിലാകുന്നതാണ്. ശരീരത്തിലുള്ള തുറക്കപ്പെട്ട ദ്വാരങ്ങൾ ഏതെല്ലാമുണ്ട്? ഒന്ന്, ചെവിയുടെ ദ്വാരം. അപ്പോൾ ചെവിയുടെ ദ്വാരത്തിലൂടെ കരുതിക്കൂട്ടി എന്തെങ്കിലും കടത്തിയാൽ അത് ഡ്രോപ്സ് ആയാലും അല്ലെങ്കിൽ ഈർക്കിലായാലും ബഡ്സായാലും മറ്റെന്ത് വസ്തുവായാലും ചെവിയിലൂടെ കടത്തിയാൽ നോമ്പ് ബാത്തിലാകുന്നതാണ്. അതുപോലെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് ഡ്രോപ്സ് വിട്ടാലും മറ്റെന്തെങ്കിലും കടത്തിയാൽ, വെള്ളം കടത്തിയാലും നോമ്പ് ബാത്തിലാകുന്നതാണ്. അതുപോലെ മലമൂത്രദ്വാരം, ഇതിൻ്റെ ഉള്ളിലൂടെ എന്തെങ്കിലും കടത്തിയാൽ, കരുതിക്കൂട്ടി കടത്തിയാൽ നോമ്പ് ബാത്തിലാകും. അതുപോലെ തുറക്കപ്പെട്ട മറ്റൊരു ദ്വാരമാണ് സ്ത്രീകളുടെ മുലക്കണ്ണി. അതിലൂടെ എന്തെങ്കിലും കയറ്റിയാലും നോമ്പ് ബാത്തിലാകുന്നതാണ്. ഇങ്ങനെ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ കരുതിക്കൂട്ടി അവൻ്റെ ഇഷ്ടാനുസാരം തടിയുള്ള വല്ലതും കടത്തിയാൽ അത് നോമ്പ് ബാത്തിലാകാൻ കാരണമാകുന്നതാണ്. ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ്റെ കാര്യം, ഇഞ്ചക്ഷൻ അടിച്ചാൽ നോമ്പ് ബാത്തിലാവുകയില്ല. കാരണം തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെയല്ല ഇഞ്ചക്ഷൻ മരുന്ന് കയറ്റുന്നത്. കയ്യിലേക്കോ കാലിലേക്കോ നടുവിലേക്കോ ഇഞ്ചക്ഷൻ അടിക്കുന്നത് കൊണ്ട് നോമ്പ് ബാത്തിലാകുന്നതല്ല. അതുപോലെ ഗ്ലൂക്കോസ് കയറ്റുന്നത് കൊണ്ടും ശരീരത്തിൽ നിന്ന് രക്തം എടുക്കുന്നത് കൊണ്ടും BP ഷുഗർ ചെക്ക് ചെയ്യുന്നത് കൊണ്ടും ഒന്നും നോമ്പ് ബാത്തിലാകുന്നതല്ല. അതുപോലെ മൂക്കിലൂടെ വിക്സ് വലിക്കുന്നത് കൊണ്ടും നോമ്പ് ബാത്തിലാവുകയില്ല. കാരണം വിക്സ് തടിയുള്ള സാധനമല്ല, അതൊരു വാസന മാത്രമാണ്. അതുകൊണ്ട് വിക്സ് വലിക്കൽ കൊണ്ടും വിരോധമില്ല, അതുകൊണ്ട് നോമ്പ് ബാത്തിലാവുകയില്ല. പിന്നെ കണ്ണിൽ സുർമയിടുന്നത് കൊണ്ട് നോമ്പ് ബാത്തിലാവുകയില്ല. ഡ്രോപ്സ് ഉറ്റിക്കുന്നത് കൊണ്ടും നോമ്പ് ബാത്തിലാവുകയില്ല. ചിലപ്പോൾ അതിൻ്റെ അസർ തൊണ്ടയ്ക്കെത്തും. എന്നാലും കാരണം അവിടെ ദ്വാരമില്ല. പിന്നെ ചെറിയ കാണാത്ത, മുടിമുളക്കുന്ന ചെറിയ കണ്ണിന് കാണാത്ത ചില സഞ്ചാരപാതകളുണ്ടാകും. അതിലൂടെയാണ് തൊണ്ടയിലേക്ക് സുർമയിട്ടതിൻ്റെ അതേപോലെ മരുന്ന് ഉറ്റിച്ചതിൻ്റെ അസറുകൾ എത്തുന്നത്. അതുകൊണ്ടൊന്നും നോമ്പ് ബാത്തിലാവുകയില്ല. പിന്നെ തലക്ക് എണ്ണ ഇടുന്നത് കൊണ്ടും നോമ്പ് ബാത്തിലാവുകയില്ല. പിന്നെ കണ്ണിന് സുർമയിടുന്നത് കൊണ്ട് നോമ്പ് ബാത്തിലാവുകയില്ല എന്ന് ഷാഫി മദ്ഹബാണ്. ഷാഫി മദ്ഹബിൻ്റെ നിയമങ്ങളാണ് പറഞ്ഞത്. എന്നാലും സുർമ ഇടാതിരിക്കുന്നതാണ് നല്ലത് പകൽ സമയം. അപ്പോൾ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ മരുന്നോ മറ്റോ കയറ്റിയാലാണ് എന്താകുന്നത്? നോമ്പ് ബാത്തിലാകുന്നത്.